ഭൂമിയുടെ ഉപരിതലത്തിൻ്റെ വിസ്തീർണത്തിൽ മൂന്നിൽ രണ്ട് ഭാഗവും ജലമാണ്. അതായത് കരയുടെ ഇരട്ടി ഭാഗം ജലമാണ്. സമുദ്രജലത്തിൽ ഉപ്പിൻ്റെ അളവ് കൂടുതലായതിനാൽ സാധാരണ ഉപയോഗങ്ങൾക്ക് അനുയോജ്യമല്ല. കിണറുകൾ, കുളങ്ങൾ, തടാകങ്ങൾ, പുഴകൾ തുടങ്ങിയ ശുദ്ധജല സ്രോതസ്സുകളിലെ ജലമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നത്. ജലാശയങ്ങളിലെയും സസ്യങ്ങളിലെയും ജലം സൂര്യൻ്റെ ചൂടേറ്റ് നീരാവിയായി അന്തരീക്ഷത്തിലെത്തുന്നു. നീരാവി തണുത്ത് മേഘമായും മേഘം തണുത്ത് മഴയായും മാറുന്നു. മഴക്കാലത്ത് പലപ്പോഴും നാം കേൾക്കുന്ന മുങ്ങിമരണങ്ങൾ സുരക്ഷിതമല്ലാത്ത വെള്ളക്കെട്ടുകൾ മൂലമുണ്ടാകുന്നതാണല്ലോ. ചെങ്കുത്തായ പ്രദേശങ്ങളിലെ അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനങ്ങൾ, വൻതോതിൽ മണ്ണിളക്കിയുള്ള കൃഷിരീതികൾ, കുന്നിടിക്കൽ, വനനശീകരണം എന്നിവയെല്ലാം ഉരുൾപൊട്ടലിന് കാരണമാകുന്നു. മനുഷ്യസൃഷ്ടിയല്ലെങ്കിലും കടൽക്ഷോഭം വലിയ നാശനഷ്ടങ്ങൾ വരുത്താറുണ്ട്. മുന്നറിയിപ്പുകൾ അവഗണിക്കുന്നതും കടൽ തീരത്തോട് ചേർന്ന് താമസിക്കുന്നതുമെല്ലാം അപകടങ്ങളുടെ കാഠിന്യം വർദ്ധിപ്പിക്കാറുണ്ട്. കടൽ ഭിത്തികൾ കെട്ടിയും കണ്ടൽച്ചെടികൾ വെച്ചുപിടിപ്പിച്ചും കടലാക്രമണം നിയന്ത്രിക്കാൻ നമുക്ക് കഴിയും. വെള്ളപ്പൊക്കം, ഉരുൾപൊട്ടൽ, സുനാമി മുതലായ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോൾ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവരുണ്ട്. അവരാണ് സന്നദ്ധ സേവകർ. അത്തരം ആളുകളെ ആദരവോടുകൂടി നാം കാണേണ്ടതുണ്ട്. റെഡ് ക്രോസ് പോലുള്ള ചില സന്നദ്ധ സേവന സംഘടനകൾ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. സേവന സന്നദ്ധരായ കുട്ടികൾക്ക് പ്രവർത്തിക്കാവുന്ന മേഖലകളാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്, NCC, ജൂനിയർ റെഡ് ക്രോസ് മുതലായവ. ജലത്തിൻ്റെ സവിശേഷതകൾ: വസ്തുക്കളെ ലയിപ്പിക്കുന്നു, ഒഴുകുന്നു, താപം വഹിക്കാൻ കഴിയുന്നു, നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി, ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ജലത്തിൻ്റെ സവിശേഷതകൾ: വസ്തുക്കളെ ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങളാണ്. പാനീയങ്ങളിൽ മധുരം ചേർക്കാനും വസ്ത്രങ്ങൾ അലക്കാനും. ഒഴുകുന്നു എന്നുള്ളതിൻ്റെ ഉപയോഗങ്ങളാണ് പൈപ്പിലൂടെ കൊണ്ടുപോകൽ. താപം വഹിക്കാൻ കഴിയുന്നു, പാചകം ചെയ്യാൻ സഹായിക്കുന്നു. നിശ്ചിത ആകൃതിയില്ല, ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു, വിവിധ ആകൃതികളിലുള്ള പാത്രങ്ങളിൽ ശേഖരിക്കാൻ കഴിയുന്നു. ഖരം, ദ്രാവകം, വാതകം എന്നീ അവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു. ആവി ഉപയോഗിച്ച് പുട്ടുണ്ടാക്കാൻ കഴിയുന്നു. ലീനം, ലായകം, ലായനി. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാകുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. കൂടുതൽ വസ്തുക്കളെ ലയിപ്പിക്കുന്ന ഒരു ലായകമാണ് ജലം. അതുകൊണ്ട് തന്നെ ജലത്തെ സാർവിക ലായകം എന്ന് പറയുന്നു. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ സാന്ദ്രീകരണം എന്ന് പറയുന്നു. വെള്ളം നീരാവിയായി മാറുന്നത് ബാഷ്പീകരണത്തിനും നീരാവി വെള്ളമായി മാറുന്നത് സാന്ദ്രീകരണത്തിനും ഉദാഹരണമാണ്.